ഒരു വീട് പണിയുമ്പോൾ അതിന് കല്ലിടും. അതുപോലെ കുടുംബം എന്ന് പറയുന്ന വീട് പണിയുമ്പോൾ അതിന് അടിസ്ഥാനപരമായ കല്ലുകൾ ഇട്ടിട്ട് പോകണം. അതുകൊണ്ടാണ് പറയുക, കുടുംബ ജീവിതത്തെ ബലപ്പെടുത്തുന്ന 5 മൂലക്കല്ലുകളെ നമ്മൾ ചിന്തിക്കുന്നു. 1 വിജ്ഞാനം, 2 വിശുദ്ധി, 3 വിവേകം, 4 വിധേയത്വം, 5 വീണ്ടെടുപ്പ്. കുടുംബത്തെ ബലപ്പെടുത്തുന്ന 5 അടിസ്ഥാന മൂലക്കല്ലുകൾ: 1 വിജ്ഞാനം, 2 വിശുദ്ധി, 3 വിവേകം, 4 വിധേയത്വം, 5 വീണ്ടെടുപ്പ്. എല്ലാ ജീവിതാന്തസ്സിലും അറിവ് വേണം. അച്ഛന്മാർ കാലാനുസൃതം വായിക്കും കാലത്തിനൊത്ത് കാര്യങ്ങൾ അവതരിപ്പിക്കുവാൻ. ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, അധ്യാപകർ, അഡ്വക്കേറ്റ്സ്, ജേർണലിസ്റ്റ്, എന്താണോ ജീവിതത്തിന്റെ പ്രൊഫഷൻ അതുമായി ബന്ധപ്പെട്ട് വായിക്കണം, വായിച്ച് അറിയണം, വളരണം. കുടുംബജീവിതത്തിലും ഇത് പ്രധാനപ്പെട്ടതാണ്. കുടുംബ വിജ്ഞാന സെമിനാറുകൾ, ദമ്പതി ധ്യാനങ്ങൾ, വാരാന്ത്യപതിപ്പിൽ ഈടിച്ച ലേഖനങ്ങൾ, കുടുംബത്തിൽ ഊന്നൽ കൊടുക്കുന്ന വാരികകളുടെ ലേഖനങ്ങൾ ഒക്കെ നമ്മൾ വായിക്കണം. അത് ആൾക്കാർ ഏറ്റവും ഇഷ്ടപ്പെടുന്നു. കുടുംബ ജീവിതത്തെക്കുറിച്ച് അറിയുവാൻ ആൾക്കാർക്ക് ഇന്ന് ഒരുപാട് താല്പര്യമാണ്. 2011 ആണ്ട് ഈസ്റ്റർ ലക്കം വനിത എന്റെ പ്രസംഗത്തിന്റെ പ്രത്യേകതയെക്കുറിച്ചുള്ള മനോരമയുടെ ഒരു റിപ്പോർട്ടായിരുന്നു. അപ്പൊ അത് വായിച്ചതിന് ശേഷം SNDP-കാര്, വെള്ളാപ്പള്ളി നടേശനൊക്കെയുള്ള SNDP, അവർ അടിമാലിയിൽ അവരുടെ കോളേജിൽ 3 ദിവസം എന്നെ വിളിച്ച് ക്ലാസ് പഠിപ്പിച്ചു. ഈരാറ്റുപേട്ടയിൽ മുസ്ലിം മാനേജ്മെന്റ് 400 മുസ്ലിം യുവതികൾക്ക് വേണ്ടി ക്ലാസ് പഠിപ്പിച്ചു. അപ്പൊ അവര് പറഞ്ഞു, ജാതിയോ മതമോ ഒന്നുമല്ല, ഈ അറിവുകൾ ഞങ്ങൾക്ക് ആവശ്യമാണ്. ഞങ്ങളുടെ സമൂഹത്തിൽ ഇങ്ങനെ പറഞ്ഞു തരാൻ ആരുമില്ല. അപ്പൊ ലോകത്തിൽ നമ്മൾ മനസ്സിലാക്കുക, കുടുംബത്തിനുള്ള ഊന്നല്. ഇപ്പം അതിന്റെ വെളിച്ചത്തിലാണ് കഴിഞ്ഞ ജനുവരി 1 മനോരമ എന്റെ ഒരു പുസ്തകം ഇറങ്ങി. ഈ വർഷത്തെ മനോരമയുടെ ബെസ്റ്റ് സെല്ലറായിട്ട് മാറിയ ഇണയും തുണയും എന്നുള്ള കുടുംബത്തിന്റെ പുസ്തകം. ഇപ്പം നിങ്ങള് വനിത വായിക്കുന്നവരുടെ കാണും, ഒരു പേര് എന്റേതാണ്, ചിരിവീടുകൾ എന്ന പേരില്. അവര് പറയുന്നു അതിനുശേഷമുള്ള ജനത്തിന്റെ പ്രതികരണം. കാരണം കുടുംബ ബന്ധങ്ങളെ അറിയുവാനുള്ള മനുഷ്യന്റെ വലിയൊരു ആഗ്രഹമുണ്ട് ഇന്നിവിടെ. അവിടെയാണ് വിജ്ഞാനം. വിജ്ഞാനം എന്ന് പറഞ്ഞാൽ ഒരു ഭർത്താവ് ഓർക്കണം, എന്റെ ഭാര്യ ഒരു സ്ത്രീയാണ്, ആണല്ല. ചില ആണുങ്ങളുടെ ഓർമ്മ, എന്റെ ഭാര്യ എന്നെ പോലെ തന്നെ പ്രതികരിക്കണം. ചില പെണ്ണുങ്ങളുടെ ഓർമ്മ, എന്റെ കെട്ടിയവൻ പെണ്ണാണ്, എന്നെ പോലെ കരയണം, പിഴിയണം, ചീറ്റണം, ചിരിക്കണം. വ്യത്യാസമാണ് ഭർത്താവും ഭാര്യയും. വിജ്ഞാനം എന്ന് പറയുമ്പോൾ ഭർത്താവും ഭാര്യയും തമ്മിൽ അടിസ്ഥാനപരമായ ചില വ്യത്യാസങ്ങൾ. ഒന്നാമത്തെ വ്യത്യാസം, ഭർത്താവിന്റെ ലോകം വലിയ ലോകം, ഭാര്യയുടെ ലോകം ചെറിയ ലോകം. ഭർത്താവിന്റെ ലോകം എന്നും ഒരു വലിയ ലോകമാണ്. അവർ ഒന്നായിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒന്നിച്ചിരിക്കുന്നവർ രണ്ടുപേരിലുള്ള വ്യത്യസ്തതകളെ പഠിക്കണം. ഭർത്താവിന്റെ ലോകം വലിയ ലോകം. അവന്റെ ലോകം എന്ന് പറഞ്ഞാൽ കോഴഞ്ചേരിയും പുല്ലാടും എലന്തൂരും റാന്നിയും പത്തനംതിട്ടയും ഒരു വലിയ ലോകത്താണ് അവന്റെ നടപ്പ്. അവൻ വീട്ടിൽ വരുന്നത് തന്നെ ഇനി എപ്പോഴാ വീട്ടിൽ നിന്ന് പോകുന്നതെന്ന് യാത്ര പറയാൻ വേണ്ടിയാണ് വരിക. ഭയങ്കര തിരക്കാണ്. അങ്ങനെ തിരക്കിട്ട് ഓടുമ്പോൾ അവന്റെ തലയ്ക്കകത്ത് അന്താരാഷ്ട്ര പ്രശ്നങ്ങളാണ്. ഒബാമ ഇറാനെ ചൊറിയാൻ സാധ്യതയുള്ളൂ. അവിടെ അമേരിക്ക ഇനി എണ്ണ കട്ടുകൊണ്ട് പോകും. ചൈനക്കാർ 2017 1 കിലോ ഷീറ്റ് 100 രൂപയ്ക്ക് ഇറങ്ങിയാൽ നമ്മുടെ ഷീറ്റിന്റെ വില എന്താകും? അന്താരാഷ്ട്ര കാര്യങ്ങൾ. ഈ അന്താരാഷ്ട്ര കാര്യങ്ങൾ തലയ്ക്കകത്ത് വെച്ചുകൊണ്ട് ഭർത്താവ് വാതുക്ക വരുമ്പോൾ അയാൾ പ്രതീക്ഷിക്കുന്നത് ഭാര്യ വാതുക്കൻ, പതയ്ക്കാൻ സോപ്പ്, കഴുകാൻ വെള്ളം, തുടയ്ക്കാൻ കുണി, കുടിക്കാൻ ചൂടുചായയായിട്ട് കാത്തു നിൽക്കുന്ന ഭാര്യയാണ്. ഭാര്യ അന്താരാഷ്ട്ര താരമൊന്നുമല്ല. അവളുടെ ലോകം കൊച്ചു ലോകം. ഒബാമയോ എണ്ണയോ ഇറാനോ ഷീറ്റൊന്നും അവളെ ബാധിക്കുന്നില്ല. അവളുടെ മനസ്സിലെ ഓർമ്മ, തവിക്കണ ഒടിഞ്ഞു പോയാലോ, ടാപ്പിന് ലീക്ക് ഉണ്ടല്ലോ, ബെഡ്ഷീറ്റ് കീറിപ്പോയാലോ, കോഴിക്ക് പൊരുന്നയുണ്ടോ, കൊച്ചിന് പനിയുണ്ടോ, പശുവിന് ചനയുണ്ടോ, ഓരോ കൊച്ചു ലോകമാണ്. ഈ കൊച്ചു ലോകത്തിലെ ഭാര്യയ്ക്ക് ഈ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ആരെ പറഞ്ഞു കേൾപ്പിക്കണം? കെട്ടിയവനെ പറഞ്ഞു കേൾപ്പിക്കണം. അപ്പൊ കെട്ടിയവനാ വേറെ ആരുണ്ട് കേൾക്കാൻ? അയൽവക്കത്തെ എന്നോട് പറയാൻ തുടങ്ങിയാൽ നിങ്ങൾ ആണുങ്ങൾ സമ്മതിക്കുമോ? അതുകൊണ്ട് ഭാര്യ ഇത് പറയാൻ ആഗ്രഹിക്കും. സ്ത്രീകൾ ഒരു കാര്യം ഓർത്തോണം, നിങ്ങളുടെ ഭർത്താവിനെ പിശാച് ഈമ്പിയ ചില സമയമുണ്ട്. ആ സമയത്ത് വർത്തമാനം പറയരുത്. കുളിച്ച് തോർത്തി തണുത്തും മര്യാദയ്ക്ക് ഇരിക്കുമ്പം കാര്യങ്ങൾ അവതരിപ്പിക്കുക. ആണുങ്ങൾ ഒരു കാര്യം ഓർത്തോണം, നിങ്ങളുടെ ഭാര്യയെ കേൾക്കാൻ നിങ്ങൾക്ക് കടമയുണ്ട്. നിങ്ങൾ കേട്ടില്ലെങ്കിൽ ആര് കേൾക്കും നിങ്ങളുടെ ഭാര്യയെ? ചില ആണുങ്ങൾക്ക് എന്തൊരു തിരക്കാ. വീട്ടിലോട്ട് വരുന്നത് തന്നെ ഇരട്ടപ്പിള്ളാരെ മുല കുടിപ്പിച്ചോണ്ടാ. വലത് കൈയിൽ BSNL ഫോൺ, ഇടത് കൈയിൽ റിലയൻസ് ഫോൺ. ആഹാ, ഓഹോ, നമുക്ക് തോന്നും ഇവൻ ഫോൺ വിളിച്ചില്ലെങ്കിൽ ഇന്ത്യ കാട്ടുകരാറിന്ന് പുറകോട്ട് പോകും. ആ രീതിയില്ല. പിന്നെ അവൾ ഈ സോഫായിൽ വെട്ടിയിട്ട കോഴിച്ചക്ക പോലെ മലന്നൊരൊറ്റ കിടപ്പ്.
ഭാര്യയോട് മിണ്ടാൻ ഇഷ്ടമില്ല, ഭാര്യയെ കേൾക്കാൻ ഇഷ്ടമില്ല, മക്കളെ കേൾക്കാൻ ഇഷ്ടമില്ല. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോട് ചോദിച്ചു, മോനെ നിങ്ങളുടെ വീട്ടിൽ ദൈവം വസിക്കുന്നത് എവിടാ? ഒരുത്തൻ പറഞ്ഞു ബൈബിളിലാണ്, ഒരുത്തൻ പറഞ്ഞു കുരിശയിലാണ്, ഒരുത്തൻ പറഞ്ഞു പ്രാർത്ഥനാമുറിയിലാണ്. ഒരു കുട്ടി പറഞ്ഞു അവിടെയൊന്നുമല്ല, ഞങ്ങളുടെ വീട്ടിൽ ദൈവം വസിക്കുന്നത് ബാത്റൂമിന്റെ അകത്താണ്. ബാത്റൂമിലെ ദൈവം അതല്ലാടാ. എന്നും രാവിലെ 6 മണിക്ക് പപ്പ പേസ്റ്റും ബ്രഷും ടംഗ്ലീനറും ഒരു മൊബൈൽ ഫോണും കൊണ്ട് കൃത്യം 6 മണിക്ക് ബാത്റൂമിൽ കയറുന്ന കാണാം. 6:30 ആകുമ്പോ എന്നും മമ്മി ചോദിക്കുന്ന കേൾക്കാം, ദൈവമേ ഇനി ഇറങ്ങാറായില്ലേ, ദൈവമേ ഇനി ഇറങ്ങാറായില്ലേ. ഇപ്പൊ സംസാരിക്കാൻ സമയമില്ലാത്ത കുടുംബങ്ങൾ ഇപ്പം പരസ്പരം മനസ്സിലാക്കുക. ഭർത്താവിനെ ഭാര്യ, ഭാര്യയെ ഭർത്താവ്. ചെറിയ ലോകം വലിയ ലോകം. രണ്ടാമത്തെ വ്യത്യാസം